ബോട്ടിൽ ഹോൾഡറാണ്. അത് അത്യാവശ്യം ഇതിൻ്റെ വെന്റിലേഷൻ ഇവിടെ. അപ്പം ഇതുള്ളത് കൊണ്ട് എനിക്ക് 2 ബോട്ടിലായി. ഇവിടെ 2 ഫ്രണ്ടിൽ 2 നല്ല സ്ട്രോങ് ആണ്. ഇവിടെയും ഇത് വലിയ ഇതായാണ്. ആ ബാഗിൻ്റെ അത് ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഇത് ജി ബ്രാൻഡിൽ നിന്ന് വെക്കുന്ന ഒരു ബോട്ടിൽ ഹോൾഡർ. അപ്പോൾ നമ്മുടെ പുതിയ താർ റോക്സിൻ്റെ ഇതൊരു റിവ്യൂ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഒരു 2-3 ലക്ഷം രൂപയുടെ ആക്സസറീസ് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കുറേയൊക്കെ ചാപ്രി ആക്സസറീസ് അല്ല, മറ്റേ എന്താ പറയണ്ടേ, ലൈറ്റും വലിയ ട്രാക്ടറിൻ്റെ ടയറും അതിലൊന്നും ചെയ്തിട്ടില്ല. ഇല്ലീഗലായിട്ടുള്ളതിൻ്റെ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത ഒരു മാൻഡേറ്ററി AX7 ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ബോട്ടിൽ ഹോൾഡറില്ല, കാര്യം അവിടെ പ്രീമിയം സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രീമിയം സ്പീക്കേഴ്സ് വന്നത് കാരണം ബോട്ടിൽ ഹോൾഡർ ഇല്ലാത്ത കാരണം ഞാൻ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിൽ കുറച്ചൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ബാക്കി ഞാൻ ചെയ്ത മോഡിഫിക്കേഷൻസ് രാവിലെയും രാത്രിയിലുള്ള മോഡിഫിക്കേഷൻസ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് ബോട്ടിൽ ഹോൾഡർ ഇല്ലാത്ത കാരണം നമ്മൾ ആദ്യം ചെയ്തത് ഈ ഭാഗത്ത് എൻ്റെ ഒരു പഴയ ഒരു ഫിഷിംഗ് ബാഗാണ്. ആ ബാഗിൻ്റെ അത് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് അതിവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ 2 ബോട്ടിൽസ് ഇവിടെ കയറ്റി വെക്കാം പെർഫെക്റ്റായിട്ട്. ഇത് ജി ബ്രാങ്കലിന് വെക്കുന്ന ഒരു ബോട്ടിൽ ഹോൾഡറിൻ്റെ ഒരു സെറ്റപ്പായിരുന്നു, പക്ഷേ അത് ഫെയിലായിപ്പോയി, എക്സ്പെരിമെൻറ്റ് ഫെയിൽഡ്. പിന്നെ ഈ ഒരു സൈഡിൽ ബൈക്ക് ഹോൾഡേഴ്സിൻ്റെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഒരു ബോട്ടിൽ ഹോൾഡറാണ്. അത് അത്യാവശ്യം കപ്പ് ഹോൾഡറൊക്കെ ചെയ്യാൻ പറ്റും. ഒരു 1/2 ലിറ്റർ 3/4 ലിറ്റർ വെള്ളം ചെയ്യും. ഇത് ഞാൻ എക്സ്ട്രാ ചെയ്തൊരു മോഡിഫിക്കേഷനാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കുഞ്ഞു സ്ഥലത്തും ഇവിടെ എന്താ പറയണ്ടേ, കയറ്റാൻ ഇച്ചിരി പാടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കാമെന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് റോൾ ചെയ്യുന്ന തോറും ഇതിവിടെ റബ്ബർ വെച്ച് ടൈറ്റ് ആവും. അപ്പോൾ നല്ല സ്ട്രോങ് ആണ്. ഇവിടെയും ഇത് വലിയ രീതിയിൽ ആക്കാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതോറും ഇത് വലുതാവും. അത്യാവശ്യം വലിയ ബോട്ടിൽ വരെ കയറ്റി വെക്കാം. പിന്നെ ഇതൊരു 1/2 ലിറ്ററിൻ്റെ കോഫി കപ്പാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 3 ഓപ്ഷൻ ചെയ്തു. പിന്നെ ഇവിടെ ചെയ്തു. പിന്നെ ഐഡിയാസ് ഇവിടെ ചെയ്യണമെന്നുണ്ട്. ഇനി ഒരു ഐഡിയ മഹീന്ദ്രയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളത്, ഈ ഏരിയ കണ്ടോ, ഈ കർവ് ഏരിയ, മഹീന്ദ്ര ഇത് കണ്ടു പഠിക്കണം എന്താ പറയുള്ളൂ. ഈ കർവ് ഏരിയയിൽ ആരെങ്കിലും ഇവിടെ ഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു ബോട്ടിൽ ഹോൾഡർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതാണ് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. പിന്നെ അടുത്ത ബോട്ടിൽ ഹോൾഡറിലേക്ക് പോയി കഴിഞ്ഞാൽ, അടുത്ത ബോട്ടിൽ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി മോക്ക ബ്രൗൺ ആയതുകൊണ്ടും പിന്നെ എന്താ പറയുക, ഇവിടെ അതിൻ്റെ ഒരു ബോട്ടിൽ ഹോൾഡർ 2 ഇവിടെ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ബോട്ടിലായി. ഇവിടെ 2, ഫ്രണ്ടിൽ 2, സൈഡിൽ 1. അപ്പോൾ തന്നെ എത്രയായി, 4 ബോട്ടിൽ, 5 ബോട്ടിൽ. പിന്നെ അതിൻ്റെ തന്നെ ഇവിടെ ടിഷ്യൂ പേപ്പർ വെക്കാം. പിന്നെ ഇവിടെ മൊബൈൽ വെക്കാം. ഇതിൻ്റെ സൈഡിലും മൊബൈൽ വെക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൂക്കിയിടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെയും ഒരു ബോട്ടിൽ ഹോൾഡറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡസ്റ്റ്ബിനായിട്ടും വെക്കാം. ഇതൊരു അതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ഡസ്റ്റ്ബിൻ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അതേ കളറ് നമുക്കധികം വൃത്തികേടായിട്ടില്ല. ഇനിയും ബോട്ടിൽ ഹോൾഡറിൻ്റെ പ്രോബ്ലം മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത കംഫോർട്ടാണ്. ഞാൻ കംഫോർട്ടിന് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത്, ഇതൊരു കുഷ്യനാണ്, ഫിറ്റ് ചെയ്തിട്ടില്ല. ഇതേ ബ്രൗൺ കളറ് വാങ്ങിച്ച് പുറകിരിക്കുന്നവർ ഇരിക്കാൻ പറ്റിയൊരു കംഫോർട്ട് ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ നെക്ക് റെസ്റ്റ് ഇവിടെയും അവിടെയും അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലുള്ളവർക്ക് മാക്സിമം കംഫോർട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതിന് ഞാനിട്ടൊരു പേരാണ്. എനിക്കൊരു ഐഡിയ കിട്ടുമ്പം, എൻ്റെ പ്രോബ്ലം കിട്ടുമ്പോൾ ഞാൻ സെർച്ച് ചെയ്യും. ആ പ്രോബ്ലത്തിന് ഞാൻ സൊല്യൂഷൻ ഇങ്ങനെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുന്നൊരു സാധനം. ഇതിന് ആൻറ്റി ചൈൽഡ് കിക്ക് പാഡൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇത് വാങ്ങിച്ച് പറ്റി കഴിഞ്ഞാൽ ചെളികളധികം അങ്ങോട്ട് കാലിൽ കൊള്ളാതിരിക്കാനും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെയാണ്. പിന്നെ അടിയിലൊരു മാറ്റ് 70 മാറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരുവിധം എന്താ പറയുക, ആക്സസറീസിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ താറോക്സ് ചെയ്തിരിക്കുന്നത്. അതായത് അണ്ടർ തൈ സപ്പോർട്ട് വിത്ത് മസാജ് വിത്ത് ഹീറ്റിംഗ്. അത് ആരും ചെയ്തിട്ടില്ല. അത് ഞാൻ ഒരുപാട് തപ്പിയ കാര്യം. വെന്റിലേറ്റഡ് സീറ്റിൽ അങ്ങനെ ഒരു അണ്ടർ തൈ സപ്പോർട്ട്, ഒരു കട്ടിങ്ങും ഒരു ഷേവിങ്ങും ഇല്ലാതെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പരിപാടിയാണ്. ഒരു പെട്ടെന്ന് ഇത് പറയത്തുമില്ല ഇത് അണ്ടർ തൈ സപ്പോർട്ടാണെന്ന്. അപ്പോൾ ഞാൻ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം എക്സ്ട്രാ വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വൈബ്രേഷൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ സ്വിച്ചസ്. പിന്നെ ഇതിൻ്റെ വെന്റിലേഷൻ ഇവിടെ,
അപ്പം ഇതുള്ളത് കൊണ്ട് എനിക്ക് വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ കാറ്റ് വരാറുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരുപാട് ആളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു കാറിന്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടഡ് ആണ്. ഇവിടാണ് USB കണക്ഷൻ ചെയ്തിരിക്കുന്നത്. വൈബ്രേഷനും ഹീറ്റിങ്ങും എല്ലാം ഇവിടുന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ലോങ് ഡ്രൈവിന് ഇത്രയും കംഫോർട്ട് ഞാൻ ഓപ്ഷൻസ് ഒപ്പിച്ച ഒരു പരിപാടി. പിന്നെ ഹാൻഡ് റെസ്റ്റ്. ഈ ഹാൻഡ് റെസ്റ്റിന് ഒരു കഥയുണ്ട്. ഈ ഹാൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഹാൻഡ് റെസ്റ്റ് വാങ്ങിച്ചത് മഹീന്ദ്ര ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പെയാണ് ഈ കളർ വാങ്ങിച്ചത്. അപ്പോൾ വൈറ്റ് ഇറങ്ങിയപ്പോൾ എനിക്ക് ആകെ സങ്കടമായിപ്പോയി. പിന്നെ അപ്പോഴത്തേക്കും മോക്ക ബ്രൗൺ വന്നപ്പോഴത്തേക്ക് അതേ സെയിം കളർ തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. അടുത്തത് അതേ കളറിൽ ലെതറിൻ്റെ ഹാൻഡ് റെസ്റ്റാണ് വെച്ചിരിക്കുന്നത്, ബ്രീത്തബിൾ. ഇതും ഒരു നല്ല നെക്ക് സപ്പോർട്ടാണ്. എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഞാൻ ഒരു കമ്പനി ഇറങ്ങുന്നതിൻ്റെ മുമ്പേ, ഒരു വർഷത്തിന് മുമ്പേ ഇതൊക്കെ വാങ്ങിച്ച് കയറ്റാറുള്ളതാണ്. അതുകൊണ്ട് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം റെഡിയായി. 4 ബുക്കിംഗ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറക്കിയത്, ഒരു ബുക്കിംഗ് കിട്ടിയത്. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വണ്ടിക്ക് ചെയ്തൊരു സൺഗ്ലാസ് ഹോൾഡർ അതേ കളറിൽ തന്നെ ഒന്നല്ല 2 ചെയ്തിട്ടുണ്ട്. അവിടെയുണ്ട് 2 സൺഗ്ലാസ്. AX7 സൺഗ്ലാസ് ഹോൾഡർ ഇല്ലായിരുന്നു. പിന്നെ ഒരു ഡാഷ് ക്യാം എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട് ഇത് 3 ടൈമാണ്. ഇത് റിമൂവ് ചെയ്യാം, ഈ സാധനം റിമൂവ് ചെയ്യാം. പിന്നെ ഇത് 3 ഇതാണ് ഫ്രണ്ട്, റിയർ, 3ാമത്തെ ക്യാമറ. ഇതെനിക്ക് വളരെ ലാഭത്തിനാണ് AliExpress നിന്ന് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തത് ഈ വണ്ടിയുടെ വേറൊരു പ്രോബ്ലം ആയിരുന്നു. എനിക്ക് സിഗരറ്റ് ലൈറ്റ് പോർട്ട്, DC പോർട്ട് ബാക്കിലായിരുന്നു. അപ്പോൾ ആ ബാക്കിലത്തെ പോർട്ട് എനിക്ക് ഫ്രണ്ടിലോട്ട് കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ ഞാൻ എക്സ്റ്റൻസർ വാങ്ങിച്ച് അടിയിൽ കൂടെ കണക്ട് ചെയ്ത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 3 സിഗരറ്റ് ലൈറ്റ് പോർട്ട് ഇവിടെ കിട്ടും. എനിക്ക് കാപ്പി ഉണ്ടാക്കാനും മറ്റേ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള USBs, അതായത് ഞാൻ എല്ലാം USB to USB കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ പാർട്ട് 1 സ്റ്റാർ റോക്സിൻ്റെ അപ്ഡേറ്റ്സ്. ഈവൻ ഇത് സ്റ്റാർ റോക്സിൻ്റെ എക്സ്ട്രാ ചെയ്തൊരു ഫിറ്റിംഗാണ്, ഇവിടെയും ചെയ്തൊരു എക്സ്ട്രാ ചെയ്ത ഫിറ്റിംഗാണ്. ഇനി ഒരുപാട് ഫിറ്റിങ്സ് ഉണ്ടായി. എനിക്ക് തന്നെ ഒരു പിടിയില്ല. 3 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം പാർട്ട് 1 കണ്ടിട്ട് ഇനിയും പാർട്ട് 2ലേക്ക് ഞാൻ വരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസോടെ എന്തൊക്കെയാണ് ഇനി അടുത്ത വരേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽസോടെ ഞാൻ പറയാം. ഓക്കെ, ബൈ. ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ മഹീന്ദ്രയുടെ തന്നെയുള്ള സ്നാക്ക് ട്രേ ആണ്. ഈ സ്നാക്ക് ട്രേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പാർട്ടാണ്. ഇതിൻ്റെ ബാക്കി എന്താ പറയുക, കൂടുതൽ ഇനി എന്തൊക്കെ ചിലവാക്കി, ഇനി എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റേ ട്യൂൺഡ്. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, ഓൺ താർ റോക്സ്. അതിൽ ഫോളോ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് കാണാവുന്നതായിരിക്കും. നമ്മൾ